ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസ് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ 24/1/2025 വെള്ളിയാഴ്ച 23,090 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 150ഓളം പോയിന്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് 22,940 എന്ന ലെവലിലാണ്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഏതാണ്ട് 220 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളത്. ഇന്ന് ഓപ്പൺ ആയപ്പോൾ തന്നെ നമുക്കറിയാം ഒരു സപ്പോർട്ടിന്റെ അടുത്തോട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞ് സപ്പോർട്ടിന്റെ അടുത്തോട്ടാണ് പ്രൈസ് ക്ലോസ് ആയിട്ടുള്ളത്. എന്നാൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഡൗണിലോട്ട് പോകുന്നതിന് പകരം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഇവിടുന്ന് പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു ബൈയിങ് ഓപ്ഷൻ ആയി കണ്ട് ഡേയ്സിലോ അതിൽ തൊട്ടുള്ള സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം എന്ന് കരുതി ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം എന്ന് കരുതിയ ആർക്കും കൃത്യമായും ലാഭം കിട്ടിയിരുന്നു. അത്തരത്തിൽ പലരും ലാഭം തന്നിരുന്നു. ഞാൻ ഇന്ന് മാർക്കറ്റിൽ വാച്ച് ചെയ്യുന്നില്ലായിരുന്നു. അതായത് എനിക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ലായിരുന്നു. ചില വ്യക്തിപരമായ ആവശ്യങ്ങൾ കൊണ്ട് പുറത്തു പോയിരുന്നുകൊണ്ട് എനിക്ക് ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനേ സാധിച്ചിരുന്നില്ല. എന്നാൽ പലരും എനിക്ക് ട്രേഡ് ചെയ്ത് അതിൻ്റെ പിയാൻഡിലും ശബ്ദ സന്ദേശങ്ങളും അയക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ സമീപിച്ച് എന്താണ് ഈ ലെവലുകൾ രേഖപ്പെടുത്തുന്നത്, അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ കൃത്യമായും പേപ്പർ ട്രേഡ് ചെയ്ത് അവരുടെ ആ ഒരു റീഡിംഗ്, തിരിച്ചറിവ്, ചാർട്ട് എങ്ങനെ വായിക്കാം, ചാർട്ടുമായിട്ട് ക്ലോസ് ആയി ബിഹേവ് ചെയ്യുമ്പോൾ എത്ര കൃത്യമായി ഇതിനെ അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ കഴിയുന്നു എന്ന് പരിശീലിക്കുന്നവർ ഒട്ടനവധി പേർ കൃത്യമായ ട്രേഡുകൾ തന്നുകൊണ്ടിരുന്നു. ഞാൻ അവ വൈകിയാണ് കണ്ടത്. എന്നാൽ ചിലതെല്ലാം ഞാൻ നമ്മുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ഈ ലെവലിൽ നിന്നും വീണ്ടും പ്രൈസ് സെല്ലിംഗ് ആയി മാറുന്നതും നമുക്കറിയാം. ഒരു സപ്പോർട്ടിൽ നിന്നുകൊണ്ട് പ്രൈസ് അപ്വേർഡ് പോകുമ്പോൾ തൊട്ട് മുകളിലുള്ള ലെവലുകൾ റെസിസ്റ്റൻസ് ആയി മാറുകയും എന്നാൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് വന്നാൽ മുകളിലുള്ള ലെവലുകൾ റെസിസ്റ്റൻസ് ആയി മാറുകയുമാണ് ചെയ്യുന്നത്. ആ ലെവലുകളിൽ പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്തു പോകാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങളിൽ പലരും നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള എങ്ങനെ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാം, എന്ത് പഠിക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് രേഖപ്പെടുത്താനും ക്യാൻഡിൽ പാറ്റേണും വായിക്കാനും കഴിഞ്ഞാൽ കൃത്യമായും ആർക്കും ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാൻ കഴിയും. പരിശീലനത്തിലൂടെ അത് നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. ആ തരത്തിൽ കൃത്യമായും ഇവിടെ ക്യാൻഡിൽ പാറ്റേണും വായിക്കാൻ കഴിഞ്ഞ ഏതൊരാൾക്കും ഇവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനും ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ പതിവായ ഡയലോഗ്. ആ ഡയലോഗ് നിങ്ങൾക്ക് സുപരിചിതമാണ്. നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് ഇത് ഹൃദ്യസ്ഥമാണെന്നാണ് എന്നെ സമീപിക്കുന്ന പലരും പറയാറ്. ആ തരത്തിൽ ഇതൊരു വളരെ നല്ല ട്രേഡിംഗ് ആയിരുന്നു. അത് ലഭിച്ചു. സപ്പോർട്ട് തിക്ക് ബ്ലൂ ലൈൻ നിങ്ങൾക്കറിയാം ലഭിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ സപ്പോർട്ട്, പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തുന്ന ലെവലുകളാണ്. അവിടെ നിന്ന് വീണ്ടും പ്രൈസ് ഒന്ന് റിവേഴ്സായി. ഇത് പലവട്ടം ട്രേഡ് ചെയ്ത് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുത്തു വരും. എന്നാൽ ഈ റിവേഴ്സലിനെ വീണ്ടും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയി കണ്ട് റിവേഴ്സ് ട്രേഡ്, അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വരുന്നുണ്ട്. ആ തരത്തിൽ ഇന്ന് എൻ്റെ വാട്സപ്പിൽ ഒട്ടനവധി നല്ല ട്രേഡിങ്ങുകളുടെ റിസൾട്ടുകൾ ലഭിച്ചിരുന്നു. അവയിൽ ചിലതെല്ലാം ഞാൻ നമ്മുടെ പബ്ലിക് ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാവരുടെയും പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. കാരണം ഒരു മൂവ് കിട്ടുമ്പോൾ അതിനെ കൃത്യമായി ട്രേഡ് ചെയ്ത ഒട്ടനവധി പിയാൻഡിലും ശബ്ദ സന്ദേശങ്ങളും എനിക്ക് കിട്ടാറുണ്ടെങ്കിലും വാട്സപ്പിൽ നിന്നും ഒരു മെസ്സേജ് ടെലഗ്രാം ചാനലിലോട്ട് ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോന്നായേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതല്ലാതെ വാട്സപ്പിലെ പോലെ 4-5 എണ്ണം സെലക്ട് ചെയ്ത് ഒറ്റയടിക്ക് നമുക്ക് ടെലഗ്രാം ചാനലിലേക്ക് വാട്സപ്പ് ചാനലിൽ നിന്നും ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അതിനൊരു സമയം ധാരാളമായി എടുക്കുന്നതുകൊണ്ടാണ് ചില സ്ഥിരമായി പോസ്റ്റ് ചെയ്യുന്ന ചില വോയിസുകളും പിയാൻഡലുകളും കൃത്യമായും ഇത് പരിശീലിച്ചാൽ ആർക്കും ഒരു സക്സസ്ഫുൾ ട്രേഡറായി മാറാൻ കഴിയുമെന്ന് നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുന്നവർക്ക് ഒന്ന് ബോധ്യമാകാൻ, എന്നിട്ട് സാധ്യമാകാവുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രയത്നിക്കാനാണ്
ആ തരത്തിലുള്ള ഒരു പ്രവൃത്തി ഞാൻ ചെയ്തു പോരുന്നത്. അല്ലാതെ എനിക്കതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമൊന്നുമില്ല. കൃത്യമായും ഞാനുമായി സംവദിക്കുന്ന യഥാർത്ഥ വ്യക്തികളുടെ വോയിസ് തന്നെയാണ്. ഇതൊരു വിധത്തിലും ഞാനൊരു മാനിപ്പുലേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന പിയാൻഡലോ അല്ലെങ്കിൽ ശബ്ദ സന്ദേശങ്ങളോ അല്ല. അതെല്ലാം അറിയാവുന്ന, വ്യക്തമായി തിരിച്ചറിയാവുന്ന ഒട്ടനവധി പേർ ഉണ്ട് നമ്മുടെ ചാനലിൽ. സ്ഥിരമായി കാണുന്നവർ, അവർക്കറിയാം അവരുടെ ശബ്ദ സന്ദേശങ്ങൾ ഞാൻ പങ്കുവെക്കുന്നു ഉണ്ട് എന്ന്. അതവരുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടിയാണ്. അതല്ലാതെ ഒരാളുടെയും ഒരു ശബ്ദ സന്ദേശങ്ങളും പിയാൻഡലുകളും ഞാൻ നമ്മുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ നമ്മളുടെ ചാനലിൻ്റെ പേരിൽ തന്നെ ഒട്ടനവധി ഫേക്ക് ടെലഗ്രാം ചാനലുകൾ ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പലരും എന്നോട് പറയുന്നത്. എനിക്ക് അവയെ അറിയില്ല. ആ തരത്തിൽ നിങ്ങൾ മറ്റൊരു നമ്മുടേതല്ലാത്ത ഒരു ഫേക്ക് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ചാനലുകളിൽ അംഗമാകാതിരിക്കാൻ നമ്മുടെ ദിവസവും പബ്ലിഷ് ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉപയോഗിച്ച് തന്നെ ജോയിൻ ചെയ്യാൻ പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ മാർക്കറ്റ് വേവ്സ് എന്ന ചാനലിൻ്റെ പേരിലുള്ള മറ്റ് ഫേക്ക് ഐഡികളിൽ കയറി നിങ്ങൾ വഞ്ചിതരാകരുത് എന്നുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ പറയുന്നത്. ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുമാണ് ട്രേഡ് നമുക്ക് സാധ്യമായിട്ടുള്ളത്. ഇന്ന് ലഭിച്ച പ്രൈസ് മൂവിംഗ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളേക്ക് നമ്മുടെ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് പരിശോധിക്കാം. 22,816 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തൊട്ടു താഴെ ഇന്നത്തെ ഡേയ്സ് ലോ 22,786 എന്ന രീതിയിൽ മറ്റൊരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ മൂവ് അനുസരിച്ച് ആദ്യം ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് കാണുന്നത് 22,958 എങ്കിലും 23,072 എന്ന ലെവലിലേക്കാണ് പ്രധാനമായ ഒരു റെസിസ്റ്റൻസ് ആയി കണക്കാക്കേണ്ടത്. ഇതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 22,903, 23,012 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പതിവ് പോലെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡൽ പാറ്റേണുകളിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രധാനമായും ലഭിക്കേണ്ട ടാർഗറ്റ് നാളത്തേക്ക് ഇതാണ് എങ്കിൽ പോലും ആദ്യം നമുക്ക് ഈ ലെവൽ ലഭിച്ചതിന് ശേഷം 22,903 എന്ന് പറയുന്ന ഒരു ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ എന്ന് മാത്രം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നാളെ പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ എന്ന് മാത്രം. എന്നാൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ഒന്നൊന്നായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ ഒരു മൂവ് ലഭിക്കുകയാണെങ്കിൽ സെൽ ഓൺ എവരി റൈസ് എന്ന രീതിയിൽ നമുക്ക് പുതിയ നാളെ പ്രൈസ് തരുന്ന സ്റ്റോപ്പ് ലോസ് ലെവലുകളെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ സ്റ്റോപ്പ് ലോസ് ആയി കണ്ടുകൊണ്ട് ട്രേഡിൽ എൻ്റർ ആവാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് എപ്പോഴും അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷ. 47,997 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ടായി ഞാൻ കാണുന്നത്. എന്നാൽ പ്രധാന മൈനർ സപ്പോർട്ട് എന്ന രീതിയിൽ ഇന്നത്തെ ഡേയ്സ് ലോ തന്നെയാണ് പരിഗണിക്കുക. എങ്കിലും അത് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് 47,909 എന്ന ലെവലിലുള്ള മറ്റൊരു ലെവൽ കൂടി ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 48,483 എന്ന ലെവലായിരിക്കാം ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവൽ. അതിനിടയിൽ 48,404, 256 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ
ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പോഴ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുന്നു എന്നാൽ ഇന്നത്തെ ഹൈ ഒക്കെ ഒരു ടാർഗറ്റായി പ്രതീക്ഷിക്കാം. ഹൈ താണ്ടുകയാണെങ്കിൽ ഈ ലെവൽ 48,404, 483 എന്നിങ്ങനെയുള്ള ലെവലുകൾ ഗ്രാജുവലി നമുക്ക് ലഭിക്കാവുന്നതാണ്. അതും ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അതിനെ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. പ്രധാനമായും നമുക്ക് ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. എന്നാൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അവ ടാർഗറ്റുകളായി ഗ്രാജുവലി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 47,704, 383, 47,067 എന്നിങ്ങനെയാണ് പ്രധാന ടാർഗറ്റുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 75,352 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ സെൻസെക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി 76,147 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 75,728, 926 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പോഴ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് 75,728 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ഗ്രാജുവലി ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു മൂവാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ കൃത്യമായും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യണം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. എങ്കിലും അതിന് തൊട്ട് താഴെയുള്ള ഒരു സ്റ്റെപ്പ് കൂടി ഡൗണിലുള്ള 75,165 എന്ന ലെവലിന് താഴേക്ക് ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു, മൂവ് ചെയ്യുന്നു, പ്രൈസ് ഡൗൺവേർഡ് എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രധാന സപ്പോർട്ടായി ലഭിക്കാൻ സാധ്യതയുള്ളതാണ് പതിവ് പോലെ നമ്മളിവിടെ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ലെവലുകൾ കൃത്യമായും കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പതിവായി രേഖപ്പെടുത്തുന്ന 3 ഇൻഡെക്സുകളുടെയും നമ്മുടെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൻ്റെ ഡെയിലി വ്യൂ വളരെയധികം കുറഞ്ഞു വരികയാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ താഴോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ലായികയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഇത് ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാനാണ്. വർഷങ്ങളായി ഈ തരത്തിൽ തന്നെ ഞാൻ ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ട്രേഡ് ചെയ്തു വന്നിട്ടുള്ളത്. അതിപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഗുണകരമായി ഇവയെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്ന് തോന്നിയാൽ കുറഞ്ഞപക്ഷം ഒരു ലൈക്കെങ്കിലും ചേർത്ത് നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതല്ലാതെ വന്നാൽ ഇത് വ്യൂവേഴ്സ് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും
ഈ പ്രവൃത്തിയിൽ ഒരു താല്പര്യമില്ലായ്ക നമുക്ക് വന്നു പോകാവുന്നതാണ്. സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക. ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഞാനുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗമുണ്ട്. നമ്മുടെ ചാനലിൻ്റെ അടിയിൽ പിൻ ചെയ്തിട്ടുള്ള ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. ടെലഗ്രാം ചാനലിൽ കൃത്യമായും എൻ്റെ വാട്സപ്പ് നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അത്തരത്തിൽ ഞാനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. അവയെല്ലാവരെയും നിങ്ങൾക്ക് വേഗത്തിൽ തിരിച്ചറിയാനും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്